നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടവല്ലൂർ ഹൈവേയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച കണിക്കൊന്ന തൈകൾ വീണ്ടും നട്ട് മധുരകരമായ പ്രതിഷേധം. ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിനെ ചൊല്ലി കിഴൂർ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷം. സാമ്പത്തിക അഴിമതി നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. റോഡരികിലെ ഫ്ലെക്സ് ബോർഡുകൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാകുന്നു. കാണിപ്പയ്യൂർ SNDP വെസ്റ്റ് ശാഖയിൽ SSLC പരീക്ഷയിൽ വിജയികളായവരെ ആദരിച്ചു. കുന്നംകുളത്തെ YMCA തെരഞ്ഞെടുപ്പ് നിയമക്കുരുക്കിലേക്ക്. വനിതാ വയോജന സൗഹൃദ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. വാർത്തകൾ വിശദമായി. കടവല്ലൂർ ഹൈവേയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച കണിക്കൊന്ന തൈകൾ വീണ്ടും നട്ട് മധുരകരമായ പ്രതിഷേധം. തൃശൂർ ജില്ലാ അതിർത്തി പങ്കിടുന്ന കടവല്ലൂർ ഹൈവേയിൽ പരിസ്ഥിതി ദിനത്തിൽ യുവജന ക്ലബ് പ്രവർത്തകർ നട്ട കണിക്കൊന്ന സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് വീണ്ടും തൈകൾ നട്ടു. കടവല്ലൂർ ഹൈവേ റോഡ് കടന്നു പോകുന്ന പാടത്തിന്റെ ഇരുവശങ്ങളിലും മനോഹരമായ കണിക്കൊന്നകൾ കൊണ്ട് സ്വാഗതമേകുന്ന ഒരു വൃന്ദാവനത്തിന് പ്രതീതിയേകാൻ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ നാദം കലാവേദിയും ഗ്രീൻ വേൾഡ് അഗ്രികൾച്ചർ നഴ്സറിയും സംയുക്തമായി 125 പരം കണിക്കൊന്നകൾ നട്ടുപരിപാലിച്ചു വന്നിരുന്നു. എല്ലാ തൈകൾക്കും ഇരുമ്പുകൂടും സ്ഥാപിച്ചിരുന്നു. ചില സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ ദിവസം 75 പരം തൈകൾ പിഴുതെറിഞ്ഞ് നശിപ്പിച്ചിരുന്നു. സംഭവത്തിൽ യുവാക്കളടക്കമുള്ള നാട്ടുകാർക്ക് രോഷവും ദുഃഖവും ഉണ്ടായിരുന്നെങ്കിലും ഒരു വാക്കുകൊണ്ടുപോലും ആരും പ്രതിഷേധിച്ചില്ല. പകരം മനോഹരമായ രീതി നഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വീണ്ടും തൈകൾ നട്ട് ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു. കുന്നംകുളം ജൂനിയർ SI ബിനുലാൽ കണിക്കൊന്ന തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി ഷാജി തോമസ്, കർഷകോത്തമ അവാർഡ് ജേതാവ് മാനംകണ്ടത്ത് മുഹമ്മദ് ഹാജി, നാദം കലാവേദി പ്രവർത്തകർ, നാട്ടുകാർ, വിവിധ ക്ലബ് സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നട്ട കണിക്കൊന്ന തൈകൾ സംരക്ഷിക്കുമെന്ന് അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിനെ ചൊല്ലി കിഴൂർ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷം. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ വരവേറ്റ് SFI സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും കൊടിത്തോരണങ്ങളും തകർത്തു. കിഴൂർ വിവേകാനന്ദ കോളേജിൽ കിഴൂർ സെന്റർ മുതൽ കോളേജ് വരെ സ്ഥാപിച്ചിരുന്ന 20 ഫ്ലക്സ് ബോർഡുകളും കൊടിത്തോരണങ്ങളുമാണ് നശിപ്പിച്ചത്. സംഭവത്തിന് പിന്നിൽ RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളാണെന്ന് ആരോപിച്ച് SFI പ്രവർത്തകർ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. SFIയുടെ മാർച്ച് നേരിടാൻ കോളേജിനകത്ത് ABVPക്കാർ സംഘടിച്ചതോടെ സംഘർഷാവസ്ഥയായി. സംഭവം അറിഞ്ഞ് കുന്നംകുളം DYSP P വിശ്വംഭരൻ, CI രാജേഷ് K മേനോൻ, SI UK ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് കോളേജിനകത്ത് നിലയുറപ്പിച്ചു. SFI മാർച്ച് കോളേജ് ഓഫീസിനടുത്ത് വെച്ച് പോലീസ് തടഞ്ഞു. സംഘടിച്ചെത്തിയ ABVP പ്രവർത്തകരെ കോളേജ് വരാന്തര ഇടനാഴിയിൽ പോലീസ് തടഞ്ഞു. പോലീസ് തടഞ്ഞതോടെ ഇരു വിഭാഗവും നേർക്കുനേർ മുദ്രാവാക്യം വിളികളോടെ നേരിട്ടു. പോലീസ് തടഞ്ഞതോടെ SFI വിദ്യാർത്ഥികൾ കോളേജ് ഗ്രൗണ്ടിൽ കുത്തിയിരുന്നു. പ്രതിഷേധ മാർച്ച് SFI സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം ABVPക്കാരെ മനസ്സിലാക്കിക്കോ. നേരത്തെ ഷിബിനിവിടെ പറഞ്ഞു, നിങ്ങൾ പൊട്ടക്കുളത്തിലെ തവളകളാണ്. നിങ്ങളുടെ ആകെ ഒരു ലോകമെന്ന് പറയുന്നത് കേരളം എന്ന് പറഞ്ഞാൽ ABVPക്കാരന് വിവേകാനന്ദ കോളേജാണ്. ഇതിനപ്പുറത്ത് കിഴൂരുണ്ട്, ഇതിനപ്പുറത്ത് കുന്നംകുളമുണ്ട്, ഇതിനപ്പുറത്ത് തൃശ്ശൂരിലെ ജില്ലയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടെന്ന കാര്യം ആദ്യം ABVP മനസ്സിലാക്കണം. മുഹമ്മദ് ഷെറിൻ അധ്യക്ഷനായിരുന്നു. SFI മുൻ ജില്ലാ സെക്രട്ടറിയും CPM കുന്നംകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് സനീഷ്, SFI ജില്ലാ നേതാക്കളായ സംഗീത്, ഷിഹാബ്, ഷിബിൻ എന്നിവർ പ്രസംഗിച്ചു. നവാഗതരെ വരവേൽക്കാൻ ഇന്ന് പുലർച്ചെയാണ് SFIക്കാർ ബോർഡുകൾ റോഡരികിൽ വെച്ചത്. ബോർഡുകൾ വെച്ച് SFIക്കാർ തിരിച്ചുപോയ ശേഷം മിനിറ്റുകൾക്ക് ശേഷമാണ് ബോർഡുകളും കൊടിത്തോരണങ്ങളും തകർത്തത്.
പലതും എടുത്തുകൊണ്ടുപോയി. കോളേജിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക അഴിമതി നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ കുരുനിക്ഷേപത്തിലും ക്ഷേത്ര കമ്മിറ്റി ഫണ്ടിലും 1,65,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പറും CPM പ്രവർത്തകനുമായ സുരേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, PK ദേവദാസ്, ജമാൽ കോട്ടോൽ, ജമാൽ കരിക്കാട് എന്നിവർ നേതൃത്വം നൽകി. റോഡരികിലെ ഫ്ലെക്സ് ബോർഡുകൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാകുന്നു. റോഡരികിലെ ബോർഡുകൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയാകുന്നുവെന്ന് പരാതി ഉയരുന്നു. പഴഞ്ഞി കോട്ടോലിലെ റോഡരികിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് വാഹന യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ്. വളവോട് കൂടിയ റോഡിൽ ഗതാഗതത്തിന് ഇത് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. പഴഞ്ഞി അരുവായിൽ റോഡരികിൽ സ്ഥാപിച്ച ബോർഡ് വാഹനങ്ങൾക്ക് ഒരു പരിധിവരെ പ്രശ്നമുണ്ടാക്കുന്നു. നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. മഴക്കാലമായതിനാൽ ഫ്ലെക്സ് ബോർഡ് താഴെ വീണ് വഴിയാത്രക്കാർക്കും പരിക്ക് പറ്റാൻ സാധ്യത ഏറെയാണ്. കാട്ടകമ്പം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും നിരവധി ഫ്ലെക്സ് ബോർഡുകളും മറ്റും വെച്ചിട്ടുണ്ട്. അനധികൃതമായ ഇത്തരം ബോർഡുകൾ നീക്കാൻ അധികൃതർ മുൻകൈ എടുക്കേണ്ടതാണ്. കാണിപ്പയ്യൂർ SNDP വെസ്റ്റ് ശാഖയിൽ SSLC പരീക്ഷയിൽ വിജയികളായവരെ ആദരിച്ചു. കാണിപ്പയ്യൂർ SNDP വെസ്റ്റ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശാഖയുടെ മെമ്പർമാരുടെ മക്കൾക്ക് SSLC പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങിയവർക്കുള്ള സമ്മാനം ചോഴിയാട്ടിൽ ദേവകി കുമാരൻ നൽകി ആദരിച്ചു. അശ്വിൻ KT, അക്ഷയ് കൃഷ്ണൻ KS എന്നിവർക്കാണ് സമ്മാനം നൽകിയത്. ശാഖ പ്രസിഡന്റ് KV അശോകൻ അധ്യക്ഷത വഹിച്ചു. ശാഖയുടെ സെക്രട്ടറി KV കൃഷ്ണൻ സ്വാഗതവും ശാഖ വൈസ് പ്രസിഡന്റ് KV രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778.
തുടരുന്നു. കുന്നംകുളത്തെ YMCA തെരഞ്ഞെടുപ്പ് നിയമക്കുരുക്കിലേക്ക്. YMCA കുന്നംകുളം ഡയറക്ടർ ബോർഡിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് നിയമക്കുരുക്കിലേക്ക്. വ്യാപക കൃത്രിമവും അഴിമതിയും നടന്നതായി ആരോപിച്ച് സേവ് YMCA ഫോറം രംഗത്ത് വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് അസാധുവാക്കുമെന്ന് നിയമസാധ്യതകളുമായി YMCA കേന്ദ്ര നേതൃത്വം രംഗത്ത് വരുന്നത്. തെരഞ്ഞെടുപ്പിൽ 5 വീതം 2 പാനലുകളാണ് മത്സരം നടന്നത്. ഡയറക്ടർ ബോർഡ് ചുമതലപ്പെടുത്തിയ ചീഫ് ഇലക്ടറൽ ഓഫീസറായ ബെന്നി ജോസഫും മറ്റ് ഇലക്ഷൻ ഓഫീസർമാരായ ജോബിൻസൺ പീറ്റർ, ജോജു പാപ്പു എന്നിവരും ഒരു പാനലിനു വേണ്ടി ഔദ്യോഗികമായി പ്രവർത്തിച്ചുവെന്ന് എതിർ പാനലിൽ മത്സരിച്ച അജിത് M. ചീരൻ, അഡ്വക്കേറ്റ് മാത്യു ചാക്കപ്പൻ എന്നിവർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. കുന്നംകുളം YMCA നൽകിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ 704 അംഗങ്ങളാണ്. ഡൽഹി കേന്ദ്ര കമ്മിറ്റി YMCA നിന്ന് കിട്ടിയ 648 അംഗങ്ങളുമാണ് ഉള്ളത്. പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണമെന്ന നിർദ്ദേശം ലംഘിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും ഇവർ പറഞ്ഞു. മറ്റ് സൗകര്യങ്ങളും കുന്നംകുളം YMCAക്ക് ഞങ്ങളുടെ പൂർവികന്മാര് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കുന്നംകുളം YMCAയിൽ നടത്തിവരുന്ന ചില ക്രമക്കേടുകൾക്കെതിരെ, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ നിലവിൽ ഉള്ള ക്രമക്കേടുകൾക്കെതിരെ ചില മെമ്പേഴ്സ്, വളരെയധികം മെമ്പേഴ്സ് ഇത് ചോദ്യം ചെയ്യും. ഇത് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി ഡയറക്ടർ ബോർഡിൽ സംസാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് വ്യക്തമായപ്പോ ശക്തമായിട്ടുള്ളൊരു വനിതാ വയോജന സൗഹൃദ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. ജില്ലാ പഞ്ചായത്തിന്റെ 2016-17 വർഷത്തെ പ്രത്യേക പദ്ധതിയായ വനിതാ വയോജന സൗഹൃദ കേന്ദ്രത്തിന് ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പഴുനാന കസ്തൂർബ മഹിളാ സമാജത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ തറക്കല്ലിട്ടു. 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കേന്ദ്രം നിർമ്മിക്കുന്നത്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സതീശൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. പത്മിനി, ജനപ്രതിനിധി നൌഷാദ്, കുമാരി PK ശാന്ത, MA പ്രകാശൻ, രക്തകുമാരി ശ്രീരേഖ, ഷാമില കബീർ, പഞ്ചായത്ത് സെക്രട്ടറി V. ആന്റണി എന്നിവർ പ്രസംഗിച്ചു. പിറന്നാൾ. പഴഞ്ഞി മണ്ടുമ്പാൽ ക്ഷേമയുടെയും ഉണ്ണിരാജന്റെയും മകൻ 2ാം പിറന്നാൾ ആഘോഷിക്കുന്ന അച്ചു എന്ന ഏതനെ 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അപ്പ, അമ്മ, പൊന്നു, മറ്റു ബന്ധുമിത്രാദികൾ. വിപണി. അടയ്ക്ക പുതിയത് 4300 രൂപ മുതൽ 4640 രൂപ വരെ. രണ്ടാം തരം 2900 രൂപ മുതൽ 3450 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടവല്ലൂർ ഹൈവേയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച കണിക്കൊന്ന തൈകൾ വീണ്ടും നട്ട് മധുരകരമായ പ്രതിഷേധം. ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിനെ ചൊല്ലി കിഴൂർ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷം. സാമ്പത്തിക അഴിമതി നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. റോഡരികിലെ ഫ്ലക്സ് ബോർഡുകൾ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാകുന്നു. കാണിപ്പയ്യൂർ SNDP വെസ്റ്റ് ശാഖയിൽ SSLC പരീക്ഷയിൽ വിജയികളായവരെ ആദരിച്ചു. കുന്നംകുളത്തെ YMCA തെരഞ്ഞെടുപ്പ് നിയമക്കുരുക്കിലേക്ക്. വനിതാ വയോജന സൗഹൃദ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.